പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി ഒരു പുതിയ അനോയിന്റിങ് നമ്മുടെ മേൽ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതെന്താന്ന് ചോദിച്ചാൽ, ഈ അഭിഷേകം, ഒരു ഉന്നതമായ അഭിഷേകം എല്ലാവരിലും വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാ നമ്മൾ തമ്പുരാന്റെ കണ്ണുകളിലൂടെ കാണാൻ പഠിക്കണം. തമ്പുരാൻ ആഗ്രഹിക്കുന്ന ഒരഭിഷേകം, ആ അഭിഷേകം എല്ലാവരുടെ മേൽ വർഷിക്കപ്പെടണമെന്നും എല്ലാവരും ആ അഭിഷേകത്തിൽ നിറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഏതാനും പേർക്ക് വേണ്ടി മാത്രമല്ല സ്വർഗം തന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വാഗ്ദാനം ചെയ്തത്. പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം പ്രാപിക്കാനുള്ള ഏതാനും വഴികൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് ഒരുക്കാനും പറ്റും നമ്മളെ തന്നെ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:39 ഒന്ന് വായിക്കാവോ? ഈ വാഗ്ദാനം, ഏതാണ് വാഗ്ദാനം? പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള വാഗ്ദാനം. ഈ ദാനം, പരിശുദ്ധാത്മാവിന്റെ ദാനം, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. അതിനെ പറയാണ്, ഈ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം, അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് അവനെ പറയുന്നത്. ഏതാനും വിശുദ്ധർക്ക് മാത്രോ രക്തസാക്ഷികൾക്ക് മാത്രോ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ആത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഏതാനും പേർക്ക് വേണ്ടി മാത്രമല്ല സ്വർഗത്തിന്റെ ഏറ്റവും പരമോന്നതമായ വാഗ്ദാനം നൽകിയത്. ഈശോ കാത്തിരിക്കാൻ പറഞ്ഞൊരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനം, അല്ലെ? അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറഞ്ഞൊരു വാഗ്ദാനമാണ്. എന്ത്? നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, ഉന്നതത്തിൽ നിന്നും ഈ ശക്തി, ഈ വാഗ്ദാനം സ്വീകരിക്കുന്നത് വരെ കാത്തിരിക്കാൻ പറഞ്ഞതാണ്. അത്രമാത്രം ഈശോ അപ്പോസ്തലന്മാരെ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ ഒരുക്കിയതാണ്. എന്നിട്ട് പറഞ്ഞാണ്, എല്ലാവർക്കും വേണ്ടി, കർത്താവ് തന്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഈ വാഗ്ദാനം. ഇനി 1 യോഹന്നാൻ അതിന്റെ 2-ാം അധ്യായം 20-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2:20. പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യോഹന്നാൻ പറയാണ്, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? അതിന് പറയാണ്, യോഹന്നാൻ പറയാൻ, നിങ്ങൾക്ക് അറിയാലോ, അല്ലേ? എന്ത്? പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകമൊന്നും കിട്ടിയിട്ടില്ല അച്ഛാ, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനൊന്നും കിട്ടിയിട്ടില്ല അച്ഛാ എന്ന് ഒരിക്കലും പറയരുത്. മാമോദീസായിലൂടെ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരും ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവരും സ്ഥൈര്യലേപനത്തിന്റെ സമയത്ത് ഈ ആത്മാവിനെ ജ്വലിപ്പിച്ചതാണ്. എന്തിനാ? സുവിശേഷ വേലയ്ക്കായിട്ട്, ദൈവരാജ്യത്തിന് വേണ്ടി. അതിനു വേണ്ടിയിട്ടാണ് സ്ഥൈര്യലേപനമൊക്കെ നൽകിയത്. എന്തിനാണെന്നറിയാമോ? സ്ഥൈര്യലേപനം നടത്തിയത് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങാൻ. ഇതൊക്കെ മറന്നുപോയി എന്ന് യോഹന്നാൻസിലേക്ക് തോന്നിയതുകൊണ്ടായിരിക്കും യോഹന്നാൻസിലേക്ക് പറയുന്നത്, പരിശുദ്ധനായവൻ നിങ്ങളെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. മറ്റു വാക്യം പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഈ പെന്തക്കോസ്തായ്ക്ക് ഒരുങ്ങുമ്പോൾ എല്ലാവരിലും നവീനമായ ഒരു ഉന്നതമായ ഒരു അനോയിന്റിങ്, ഒരു പുതിയ പെന്തക്കോസ്ത സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ചിലർ സംഭവിക്കാത്തത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട് സംഭവിക്കാത്തത്? ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ, അല്ലെങ്കിൽ ആത്മാവിൽ ഒരു ഉന്നതമായ ഒരു അഭിഷേകം പ്രാപിക്കാൻ ദൈവവചനം പറഞ്ഞു തരുന്ന ഏതാനും വഴികളുണ്ട്. 1 എടുത്തോ, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 13-ാമത്തെ വചനം. ലൂക്ക 11. നിങ്ങളതിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് പറയാണ്, നിങ്ങളിൽ
ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക? അങ്ങനെ ഏതെങ്കിലും അപ്പന്മാരോട് ഇരിപ്പുണ്ടോ? അത്രയും ക്രൂരരൊന്നും ഇവിടെ വരാറില്ലെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ അതിന് ഉറപ്പാണ് അത്രയൊന്നും ക്രൂരത ഉള്ളവരൊന്നും നമുക്ക് ഈ ഇടയിലില്ല. മകൻ മീൻ ചോദിച്ച പാമ്പിനെ ഒന്നും നമ്മൾ കൊടുക്കുകയല്ല. പക്ഷെ ചിലപ്പോൾ നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പാമ്പിനെ കൊടുക്കുമായിരിക്കും. അവിടെ പാമ്പ് മീനിനേക്കാളും ടേസ്റ്റായിട്ട് ഭക്ഷിക്കുന്നതുകൊണ്ടേ. അപ്പോൾ ചിലപ്പോൾ ആടിനെ ചോദിച്ചാൽ ചിലപ്പോൾ പട്ടീനെ കൊടുക്കാൻ പറയുന്നുണ്ട്. കാരണം പട്ടിക്കാണ് വില കൊടുക്കുന്നതെന്നാണ് കേട്ടത് നാഗാലാൻഡിൽ ആടിനേക്കാൾ. അപ്പോൾ നമുക്കറിയില്ല. പക്ഷേ ബൈബിൾ പറയുന്നതനുസരിച്ച് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കോ? ഇല്ല. മുട്ട ചോദിച്ചാൽ പകരം കൊടുക്കോ? അമ്മമാരാരെങ്കിലും രാവിലെ മക്കൾ എഴുന്നിട്ട് അമ്മ എനിക്കൊരു മുട്ട വേണം, മുട്ട, എന്നാൽ പിന്നെ മുട്ടയ്ക്ക് വരെ തേളിരിക്കട്ടെ എന്ന് പറഞ്ഞ് തേള് കൊടുക്കോ? കൊടുക്കുകയല്ല. ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു സംശയത്തിന് ഒരു വകുപ്പുമില്ല. പറയാണ് മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കോ? നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ നല്ലവരായ നമുക്കറിയാം എന്നാണ് വചനം പറഞ്ഞേക്കുന്നത്. അല്ല, എന്താണ്? ദുഷ്ടരായ നമ്മൾ പോലും നമ്മുടെ മക്കൾക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവരുടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒത്തിരി മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് ജീവിതം തിരുത്താനും നന്നാക്കാനും ഒന്നും അവർ തയ്യാറാകുകയില്ല. പക്ഷെ മക്കള് ഡീസന്റ് ആയിരിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുക, എന്താ മകന്റെ മദ്യപാനം മാറാൻ. മാറ്റി നിർത്തി ചോദിച്ച ചേട്ടത്തി പറയണ്ട, അച്ഛാ ചേട്ടൻ വീട്ടിൽ ഡെയിലി അടിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് നിർബന്ധമാണ് മകൻ മദ്യപിക്കരുത്, ഡീസന്റ് ആയിരിക്കണം. മക്കള് പ്രാർത്ഥിക്കണം, പള്ളിയിൽ പോകണം, വേറെ അലമ്പൊന്നും കാണിക്കരുത്, മാതാപിതാക്കൾ പറയുന്നിടത്ത് നിൽക്കണം, എല്ലാം ഡീസന്റ് ആയിരിക്കണം. ഈ അപ്പനമ്മയോ? വചനം പറയാണ്, നിങ്ങൾക്ക് ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്കൊരു ആഗ്രഹവും ഒരു ദാഹവും പിന്നെ ചോദിക്കാനുള്ള ഒരു എളിമയും നമുക്ക് വേണം. ചോദിക്കണം. നമ്മൾ ഇങ്ങനെയല്ലേ ചില കാര്യങ്ങളൊക്കെ ഈ പിള്ളേരൊക്കെ ചില മാതാപിതാക്കളോട് വാശി പിടിക്കല്ലേ ചില കാര്യങ്ങൾക്ക് വേണ്ടി. അവസാനം സൈ കെട്ടിയുമ്പോൾ പിള്ളേർ അമ്മ പറയും കൊടുത്തേക്ക്, പോട്ടെ, എന്തായാലും ആവട്ടെ. ഇല്ലേ? നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട് അവസാനം ചില കാര്യങ്ങളൊക്കെ. അതായത് നമുക്കൊരു ഒരു തൊഴിൽ തരാതെ നമ്മൾ പറയും എന്തേലും ആവട്ടെ, പോട്ടെ. ഈ പുറകെ നടന്ന അപ്പ എന്നാ എനിക്ക് കളിക്കാൻ പോകണം. പിന്നെ പരീക്ഷ ഉള്ളതല്ലേ, ഞാൻ വന്നിട്ട് പഠിച്ചോളാം, ഞാൻ പഠിച്ചോളാം. ഇങ്ങനെ പുറകെ നടന്ന് അവസാനം അമ്മ പറയും, ഇവിടെ മനുഷ്യ വിട്, പോട്ടെ, അവൻ ഇവിടെ ഇരുന്നാലും അവൻ പഠിക്കാൻ പോകുന്നില്ല, ഇവിടെ ഇരുന്നാലും അവൻ പഠിക്കുകയില്ല. അപ്പോൾ പോയിട്ട് വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ട് അത്രയില്ല, അവൻ പോട്ടെ, നമ്മൾ വിടും. കാരണം എന്താ? അത്രയും ചോദിച്ചത് കൊണ്ട്, അത്രയും ആഗ്രഹത്തോടെ ചോദിച്ചുകൊണ്ട് അവസാനം നമ്മൾ പറയാം എന്താ പോട്ടെ എന്ന് വയ്ക്കും, കൊടുത്തേക്കും. അങ്ങനെയെങ്കിൽ ദുഷ്ടരായ നമ്മൾ മക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ, സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി തന്റെ ആത്മാവിനെ നൽകും എന്നാ പറയുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണെന്നറിയാവോ? ദൈവമേ, നിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ, നിന്റെ ആത്മാവിൽ എന്നെ രൂപപ്പെടുത്തണമേ, നിന്റെ ആത്മാവിൽ എന്നെ അഭിഷേകം ചെയ്യണമേ, ഈശോയെ നിന്നിൽ വെളിപ്പെട്ട അതേ അഭിഷേകം എനിക്ക് തരണമേ. ആഗ്രഹം, ഒരു ദാഹമൊക്കെ വേണം ഈ സാധനം കിട്ടണമെങ്കിൽ. ചുമ്മാ മുഴുവൻ സമയം കൈയും കെട്ടിയിരുന്ന് റീൽസും കണ്ട് സീരിയലും കണ്ട് വെബ് സീരീസും കണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അഭിഷേകം കിട്ടുമോ? നടുവേദന ഉണ്ടാവും. അല്ലാതെ ഇപ്പം എന്നാ കിട്ടാൻ പോകുന്നത്? ഞാൻ അടുത്ത കാലത്ത് ഒരു ദേശത്ത് നിന്നപ്പോൾ കൊച്ചിങ്ങനെ കൊച്ചിനടുത്ത് എന്നെ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞാൽ കൊച്ചിന് ഭയങ്കര ഇഷ്ടം പ്രാർത്ഥിക്കാനൊക്കെ. ഒരു ചെറിയ വെച്ച അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അപ്പം മുട്ടുകുത്തി കൊച്ചു പ്രാർത്ഥിച്ചോളും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കൊച്ചിൻ്റെ അടുത്ത് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ കൊച്ചു പറയും, ഈശോയെ എനിക്ക് കുറുക്കുറേ തരണേ, എനിക്ക് ലേസ് തരണേ. ഇതിന് ഏതാണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളായിരിക്കും തിന്നുന്നൊരു സാധനമാണല്ലോ മറ്റേ കുഞ്ഞ്. അതിനു വേണ്ടി വേറെ കൊച്ചിന് വേറെ അറിയത്തില്ല.
കൊച്ചു നോക്കി കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കൊച്ചിന് തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. വീട്ടിലിരുന്ന് അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ കൊച്ചു കേട്ട് കാണും. കാരണം എന്താ, കൊച്ചു കേട്ടിടത്തോളം കൊച്ചിന് മനസ്സിലായി ഇതെന്തോ ഈ പുള്ളിയോട് ചോദിക്കുന്ന എന്തോ സാധനമാണ് പ്രാർത്ഥന. കാരണം എന്താ, അപ്പനും അമ്മയും പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. കർത്താവേ ഞങ്ങളുടെ കടബാധ്യത മാറ്റിത്തരണേ, രോഗം മാറ്റിത്തരണേ, ഇതൊക്കെ കൊച്ചിന് അറിയാം. ഇത് പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ കുറുക്കുറേ തരണേ, എന്തെല്ലാം വേണോ അതൊക്കെ ചോദിച്ചോളുക. അത് ഈ കൊച്ചിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലോ ഈ അപ്പനും അമ്മയും കൊണ്ടുവന്ന് ഓരോ കുറുക്കുറ കൊടുക്കും. അത് അപ്പൊ എന്തിനാണെന്നറിയാം, അപ്പൊ കൊച്ചിന് വീണ്ടും പ്രാർത്ഥിക്കാനുള്ള ഒരു തീഷ്ണതയുണ്ട്. അപ്പൊ പേരൻസ് പറഞ്ഞു, അച്ഛാ ഏതായാലും അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ഈ കൊച്ചിന് കൊണ്ടുവന്ന് കൊച്ചു എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ കൊച്ചു വിചാരിക്കുന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ കിട്ടി. കൊച്ച് ഇങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അപ്പ വെറുതെ മുട്ടുകുത്തിയിട്ട് കൊച്ചു പ്രാർത്ഥിക്കും. അപ്പൊ ഇവരിവിടെ ഉണ്ടെങ്കിൽ അവർ കൊണ്ടുവന്ന് കൊടുക്കും. ചെറിയ കൊച്ചാണ്. ഈ നമുക്കറിയാം, ചോദിക്കുമ്പോഴേ നമ്മൾ ചോദിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഒഴിച്ച് ബാക്കി എല്ലാം ചോദിക്കും നമ്മൾ. സത്യമല്ലേ? നുണ പറയരുത്, സത്യമല്ലേ? ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ കുർബാനയ്ക്ക് വരുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ആത്മീയ ശുശ്രൂഷകൾ വ്യാപരിക്കുന്നു, ഓൺലൈനിലൂടെ വചനം കേൾക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നിങ്ങൾ എത്ര പേര് പരിശുദ്ധാത്മാവിനെ തരണേ, അധികമോ ഇളവിൽ ആത്മാവിനെ തരണേ, ശരിക്കും നമ്മൾ എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അല്ലേ? നോക്കിയാൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മകന്റെ വിസ കർത്താവേ സമയമായി, ശരിയാക്കി തന്നെ കേട്ടോ. PR വേണ്ടി അവൾ അവിടെ കടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരിക്കലും മറക്കരുത് കേട്ടോ കർത്താവേ. മറ്റേ കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുക. കേട്ടാ, നീ മറന്നെങ്കിൽ ഒന്നും കൂടി റിമൈൻഡ് ചെയ്തേക്കാം. ഈടെയാടെ നിനക്ക് ഇച്ചിരി മറവി കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയേക്കാം. കൊച്ചിന്റെ കാര്യം മറന്നില്ലല്ലോ അല്ലേ? പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന്റെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ കടബാധ്യതയുടെ കാര്യം ഓർമ്മയിലുണ്ടല്ലോ അല്ലേ? മറക്കരുത് കേട്ടോ. കൃത്യമായിട്ട് നമ്മൾ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാം ചോദിക്കുന്നുണ്ട്, ഒരു കുറവില്ലാതെ വലിയൊരു ലിസ്റ്റ് കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ തരണേ എന്ന ചോദ്യം ഉണ്ടോ? അതുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്ത, ബാക്കി ഒന്നും കിട്ടാത്തതിന് കാരണം എന്താണ്? ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം എന്റെ കൂടെ തരാന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഉള്ളുകൊണ്ടൊരു പ്രാർത്ഥന. നമ്മൾ പറയാം, ചില സുഹൃത്ത് ജപങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലത്തൊക്കെ മാതാപിതാക്കൾ എപ്പോഴും പ്രായമായവരൊക്കെ, അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്രായമായവരുള്ള ചട്ടമുണ്ടൊക്കെ ഉള്ള, ഇപ്പം ആ മുണ്ടും ചട്ടൊക്കെ തീർന്നു തോന്നുന്നല്ല, ബാക്കി ഉണ്ടായിരുന്ന കൂടി എടുത്ത് കത്തിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെയുള്ളവരെ നമുക്ക് കാണാൻ പറ്റിയല്ല. ഇപ്പം വലിയ അമ്മച്ചിമാർ വരെ ജീൻസും ടോപ്പൊക്കെ ഇട്ടാണ് വീട്ടിൽ കിടക്കുന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ചട്ടമുണ്ടൊക്കെ തീർന്ന് നമ്മൾ അങ്ങനെ പ്രായമുള്ളവരുടെ വീടുകളിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ കട്ടിലെ കിടക്കുവാണെങ്കിലും ഇവരിങ്ങനെ എന്തൊക്കെ പിറുപിറുക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം അടുത്ത് ചെല്ലുമ്പോഴേക്ക് ചിലപ്പോൾ അവർ പറയുന്നത്, ഈശോ മറിയാവുസേപ്പേ കൂട്ടായിരിക്കണമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ സുഹൃത്തേപം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇവിടെ ചെല്ലുന്നു. ആ കാലമൊക്കെ പോയി. ഇപ്പൊ ആര് സുഹൃത്തേപം ചെല്ലുന്നു? ഇപ്പൊ സുഹൃത്തേപോ അല്ല, വേറെ ജപോ അല്ലേ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉള്ളുകൊണ്ട് നമുക്കൊരു ദാഹമാണ്. അപ്പം നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ, ഒരു അഭിഷേകം എനിക്ക് തരണമേ ഈശോയെ. ഇന്നലകളിൽ ജീവിച്ചൊരു അഭിഷേകം എനിക്ക് പോരാ ഇന്ന് ജീവിക്കാൻ, എനിക്കറിയാതെ. ഇന്നലകളുടെ ഒരു അഭിഷേകം എനിക്ക് പോരാ നാളെ ജീവിക്കാൻ. കാരണം ഇന്നലകളിൽ കടന്നുപോയതിനേക്കാളും അധികമായ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും ഒക്കെ നടുവിലാണ് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇന്നലെയുടെ അഭിഷേകം വെച്ച് നാളെ അതിജീവിക്കാൻ പറ്റില്ല. 5 വർഷം മുമ്പ് കിട്ടിയ അഭിഷേകത്തിൽ എനിക്കിനി അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സങ്കീർണമായ പ്രശ്നങ്ങളാണ്. നാളെ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ഇതിലും കഠിനമായ പ്രലോഭനങ്ങളാ, പ്രതിസന്ധികളാ. അപ്പോ പണ്ട് എപ്പോഴും എനിക്കൊരു അഭിഷേകം കിട്ടി, ആ അഭിഷേകം പിന്നെ പൊടി തട്ടി ഒന്നും എടുക്കാതെ അതിൽ വളരാതെ അങ്ങനെ കിടന്നത്. ആ അഭിഷേകത്തിൽ നമ്മൾ ഇന്നിന്റെ പ്രശ്നങ്ങളെ നേരിടാൻ നോക്കിയാൽ നമുക്ക് നേരിടാൻ പറ്റില്ല. അനുദിന നവീകരിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നമുക്ക് വേണം നവീനമായ പ്രശ്നങ്ങൾക്ക് മീതെ സഞ്ചരിക്കാൻ.
ആ പ്രശ്നങ്ങളുടെ നടുവിലും യേശുവിനോട് ചേർന്നിരിക്കാൻ നമുക്കൊരു പുത്തൻ അഭിഷേകം വേണം. എ ഫ്രഷ് അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അല്ലാതെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തേക്ക് മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ. കാരണം ഈ കുറെ നമ്മൾ വരില്ല, ഞങ്ങൾ അഭിഷേകമുണ്ട്. എന്നിട്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിൽ എന്താണ് നവീനമായ നമ്മളിൽ സംഭവിച്ചിട്ടുള്ളത്? നമ്മളിലൂടെ ആർക്കാണ് ഒരാൾക്ക് അഭിഷേകം കിട്ടിയിട്ടുള്ളത്? നമ്മളിലൂടെ ആരുടെ ഒരു ജീവിതം മാറിയിട്ടുള്ളത്? അഭിഷേകം നമുക്ക് കിട്ടിയിട്ടുണ്ടില്ലെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ആ പരിശുദ്ധാത്മാവിന് പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവ് അനുദിനം നവീകരിക്കുന്ന ആത്മാവാണ്. അപ്പൊ ഈ ആത്മാവിൽ നവീകരണം സംഭവിക്കുമ്പോൾ ഒരു ഫ്രഷ് അനോയിന്റിങ് നമ്മൾ സംഭവിക്കും. ഇന്നലെ കണ്ട ആളല്ലായിരിക്കും ഇന്ന് കാണുന്നത്. കഴിഞ്ഞ വർഷം കണ്ട ആളല്ല ഇപ്പൊ കാണുന്നത്. അയ്യോ, ഇതൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അവനിൽ. അവൻ്റെ ജീവിത സ്റ്റൈല് മാറി, പ്രാർത്ഥനയുടെ ശൈലി മാറി, സ്നേഹിക്കുന്നതിൻ്റെ ശൈലി മാറി. അവൻ ക്ഷമിക്കാൻ തുടങ്ങി, വിട്ടുകൊടുക്കാൻ തുടങ്ങി, എളിമപ്പെടാൻ തുടങ്ങി. ഇന്നലകളിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവന് വിട്ടുകൊടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, ക്ഷമിക്കാനൊക്കെ ഇച്ചിരി ഹാർഡായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, ക്ഷമിക്കാൻ തുടങ്ങിയിരിക്കുന്നു, സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, എളിമപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ആണ് ഇപ്പൊ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, ആണ് കുമ്പസാരമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പൊ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ടെന്നാ പറഞ്ഞേ. കൊള്ളാലോ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ദാഹം ഉള്ളിലുണ്ടാകണം, ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. എന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, ഈശോയെ, നീ വാഗ്ദാനം ചെയ്ത, അധികമായ അളവിൽ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇനി രണ്ടാമത്, ഇത് എന്തിനാണെന്നറിയോ? ഇതെല്ലാത്തിനും നമ്മളിൽ ഒരു പുതിയ പെന്തക്കുസ്ത അനുഭവം ഉണ്ടാകാൻ വേണ്ടിയാണ്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെവല് മാറുന്ന കാണാൻ പറ്റും. ലെവലിന് മാറ്റം ഉണ്ടാകും. ലെവലിന് മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ആടി നടക്കുമെന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പം ലെവലൊക്കെ മാറി. പണ്ട് ലോ ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം ഹൈ ക്ലാസ് സാധനം അടിക്കുന്നത്. ഇപ്പം ഇത്തിരി സ്റ്റാൻഡേർഡായി എന്നാണ് പറയുന്നത്. പണ്ടൊക്കെ മറ്റേ പ്ലാസ്റ്റിക് കുപ്പി കെട്ടിക്കൊണ്ടത് ഇപ്പം നല്ല ബോട്ടിലുള്ള സാധനം അടിക്കുന്നതെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് മാറിയെന്ന് പറഞ്ഞു. ആ സ്റ്റാൻഡേർഡിനെ കുറിച്ചല്ല, ലെവലല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവിലുള്ള ജീവിതത്തിന്റെ ലെവലിന് മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, അഭിഷേകം പ്രാപിക്കാൻ നമ്മൾ യേശു ക്രിസ്തുവിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം. കോംപ്രമൈസ് ഇല്ല. അഭിഷേകം കിട്ടണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38-39 തിരുവചനങ്ങളൊന്ന് വായിച്ചേ. യേശുക്രിസ്തുവിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നവരിലേക്ക് ഈ പറയുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാൻ തുടങ്ങും. ജീവജലത്തിന്റെ അരുവികളെ കുറിച്ച് ഈശോ പറയുകയാണ്. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. സാധാരണ പറയുന്ന പോലെയല്ലേ പറഞ്ഞേ, ഇത് ഇച്ചിരി ഉച്ചത്തിൽ അങ്ങോട്ട് പറഞ്ഞു, ശബ്ദമുയർത്തി പറഞ്ഞു, എല്ലാവരും കേൾക്കാൻ ഒരു ശബ്ദത്തിൽ അങ്ങോട്ട് പറഞ്ഞു. എന്നാ പറഞ്ഞതെന്നറിയാമോ? ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എൻ്റെ അടുക്കൽ വരട്ടെ. നിനക്ക് ദാഹമുണ്ടോ? നീ എൻ്റെ അടുക്കലേക്ക് വാ. നമുക്ക് എല്ലാ ദാഹമുണ്ട്, പലവിധ ദാഹങ്ങളുണ്ട്. നമ്മൾ പലയിടത്താണ് ദാഹം ശമിപ്പിക്കാൻ വന്നത്. കർത്താവ്, നിനക്ക് എന്തെങ്കിലും ദാഹമുണ്ടോ? കം ടു മീ. ഇഫ് യു ആർ thirsty, you come to me. എൻ്റെ അടുത്ത് വാ. എന്നിട്ട് പറയാണ്, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അരുവികൾ ഒഴുകും. വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വചനം കൂട്ടി തരാം. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയിൽ പൂർണ്ണമായിട്ടും ഒരു ദൈവ പൈതൽ വിശ്വസിക്കുകയും യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവും നാഥനും, വേറെ നമ്മളല്ലേ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഒരു ആത്മാവ് ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ അവനിൽ വെളിപ്പെടുന്ന ആത്മാവിന്റെ ഒരു ഉന്നതമായ ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്തോസ് 12:3 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യേശു കർത്താവാണെന്ന് ഈ
പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും പറയാൻ പറ്റില്ലെന്ന് പറയാം. അപ്പൊ അതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കാനില്ല. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി വീണ്ടെടുപ്പിന്റെ അച്ചാരമായി തീർന്ന ഒരുവനേ ഉള്ളൂ. നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഒരുവനേ ഉള്ളൂ. നമുക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ച, നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത ഒരുവനേ ഉള്ളൂ. അവന്റെ പേരാണ് യേശു. അവനിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകാൻ തുടങ്ങും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളത് പൂർണ്ണമായിട്ടും എല്ലാവരും വിശ്വസിക്കുന്ന പോലെ അങ്ങനെയല്ല. എന്റെ രക്ഷയുടെ ആചാരം കർത്താവിന്റെ ബലിയാണ്. അതിനകത്ത് വേറെ കോംപ്രമൈസ് ഒന്നുമില്ല, അതിനകത്ത് വെള്ളം ചേർക്കലില്ല. ആ വിശ്വാസത്തെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസം തരുന്ന ഒരു ധൈര്യമുണ്ട്, ഒരു ബലമുണ്ട്, ഒരു കരുത്തുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഒരാത്മാവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ആത്മാവിൽ അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്. മാനുഷികമായതല്ല, അമാനുഷികമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ധൈര്യം, ഒരു ബലം. അതൊക്കെയാണ് ഈ രക്തസാക്ഷികളിൽ ഉണ്ടായത്. വിശ്വാസത്തെ പ്രതി രക്തം ചിന്തിയവര്, കഴുത്ത് നീട്ടിക്കൊടുത്തവര്, സിംഹക്കുഴിയുടെ നടുവിൽ വീണവര്, അഗ്നിനാളങ്ങളായി ഉയർത്തപ്പെട്ടവരൊക്കെ വെളിപ്പെടുത്തിയത് ഈ ധൈര്യം. എന്താ? പരിശുദ്ധാത്മാവിന്റെ ധൈര്യം. കാരണം എന്താ? യേശു ക്രിസ്തുവിൽ അത്ര കണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അവിടെ എന്താ? അത്ര കണ്ട് ആത്മാവ് ജ്വലിച്ചു നിന്നു. അതുകൊണ്ട് അവർക്ക് തല പോകുന്നൊന്നും ഒരു വിഷയമായിരുന്നു. നമ്മൾ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു, നമ്മൾ പറയല്ലോ ഇതെങ്ങനെ സംഭവിച്ചു? നമ്മുടെ TCH എഴുതിയിരിക്കുന്ന പുസ്തകം ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? നമുക്ക് അതിനെ വണ്ടറായിപ്പോ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, സ്തഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി. സ്തഫാനോസിന് ഇങ്ങനെ കല്ലൊക്കെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അതിനെ പറയുന്നറിയോ? അവനെ കല്ലെറിഞ്ഞു, ഇവരിങ്ങനെ കല്ലെറിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം അവസാന ഭാഗങ്ങൾ വായിക്കണം. അവനിങ്ങനെ കല്ലുകൾ എടുത്തിട്ട് എറിയുക, തലങ്ങും ബലങ്ങും ആൾക്കാരും എറിയുക. അപ്പൊ വചനം എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനത് വായിച്ചിട്ട് പലവട്ടം ആ ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു വാക്കാ. അവന്റെ ശരീരത്തിൽ കല്ലുകൾ എറിയപ്പെട്ടപ്പോ വചനം പറയുന്നു, അവൻ പ്രാർത്ഥിച്ചു. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ എടുത്തേ. നുണ പറയുന്നതെന്ന് പറയരുത്. അവസാനം എടുക്കുക 7-ാം അധ്യായം എടുത്തേ. 7:59 വായിച്ചേ. അനന്തരം അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ, അത് കൊള്ളാലോ, അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അപ്പോൾ അവൻ, നമ്മളെയാണെങ്കിൽ ആരെങ്കിലും കല്ലെറിയുന്നെങ്കിലോ? പറ. ഈ നമ്മുടെ ജാഗരണ പ്രാർത്ഥന പുറത്തേക്ക് ഇറങ്ങുന്ന നിങ്ങൾ ആരെങ്കിലും തെറി വിളിക്കുമെന്ന് വിചാരിക്കും. അപ്പൊ തന്നെ നിങ്ങൾ മുട്ടുകുത്തി, കർത്താവേ ഇവനെ അനുഗ്രഹിക്കണമേ, ഇവന്റെ മേൽ നിന്റെ അഭിഷേകം പ്രാർത്ഥിക്കോ? തലയ്ക്കകത്ത് പ്രാർത്ഥിക്കണം എന്നുള്ള ചിന്ത പോലും വരും. വരും. ശരീരത്തിൽ കല്ലുകൾ എറിയപ്പെട്ടപ്പോൾ വചനം പറയണം, അവൻ പ്രാർത്ഥിച്ചു. ഒരു ആത്മാവിന്റെ നിറവ് അത്രമാത്രം ഉണ്ടായിരുന്നു. തൊട്ടുമ്പത്തെ വചനങ്ങൾ എഴുതി വെച്ചിരിക്കുക. ഇപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിക്ക് കല്ലുകൾ എറിയപ്പെട്ടപ്പോൾ, മുറിയപ്പെട്ടപ്പോൾ, തകർക്കപ്പെട്ടപ്പോൾ, തിരസ്കരിക്കപ്പെട്ടപ്പോൾ, അത്ര കണ്ട് അടിച്ച് തകർക്കപ്പെട്ടപ്പോഴും പ്രാർത്ഥിക്കാൻ തോന്നിയത്. നോക്കിക്കേ, ചിന്തകൾ രൂപപ്പെട്ടത് എങ്ങനെ നോക്കിക്കേ. ഒറ്റ അടി അങ്ങോട്ട് കിട്ടിയപ്പോഴേക്കും പ്രാർത്ഥിച്ചു. തലക്കിട്ടൊരു കല്ലേറ് കിട്ടിയപ്പോ പ്രാർത്ഥിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലത്. ഹല്ലേലൂയ. അതുപോലെ ഈ ആത്മാവിന്റെ നിറവുണ്ടായിരുന്നത് കൊണ്ട് അവന്റെ ശരീരത്തിൽ അവർ കല്ലെറിഞ്ഞു. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു. അവൻ പ്രാർത്ഥിച്ചു. അഭിഷേകമുള്ളവന്റെ അടയാളമാണ് ഈ കാണുന്നത് കേട്ടാ. എന്നിട്ട് നമ്മൾ ഇനി നമ്മുടെ ജീവിതം എടുത്തൊന്ന് ഇന്നലകളിലേക്കൊന്ന് ഇറങ്ങി ചെന്നിട്ട് പരിശോധിക്കണം. ഇന്നിനെ പരിശോധിക്കണം, വരും നാളുകളും പരിശോധിക്കണം. നമ്മളെ ആരെങ്കിലും കല്ലെറിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന്, എന്താ ചെയ്തിട്ടുള്ളത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നാളെ എന്ത് ചെയ്യും.
നമ്മളെ ആരെങ്കിലും കല്ലെറിയുമ്പോ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളൊരു സന്ദേശം കൂടി സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ ധൈര്യം എവിടെ നിന്നാ കിട്ടിയേ? കല്ലെറിയുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകവും ചിന്തയും ധൈര്യം എവിടെ നിന്ന് കിട്ടിയേ? ആത്മാവിന്റെ നിറവുണ്ടായിരുന്നു. അതാണ് വചനം പറയുന്നത്. സ്തെഫാനോസ് ഈ 54-55 വചനങ്ങളിൽ പറയുന്നത്, എന്നാൽ അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി എന്നാ പറയുന്നത്. ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരുത്തൻ കല്ലെറിഞ്ഞപ്പോ അപ്പോഴും സ്തെഫാനോസിന്റെ തലക്കകത്തേക്ക് വേറെ പ്രതികാര ചിന്ത വന്നില്ല, വെറുപ്പ് വന്നില്ല, ദേഷ്യം വന്നില്ല, ഇതൊന്നും തലക്കകത്ത് വന്നില്ല. കാരണം ആത്മാവ് നിറഞ്ഞു നിൽക്കും. അതിനിടയ്ക്ക് ഇതൊക്കെ എവിടെ നിന്ന് വരുന്നത്? ലോകത്തിന്റെ അരൂപി അല്ലല്ലോ നിറഞ്ഞു നിൽക്കുന്നത്, സ്വർഗത്തിന്റെ അരൂപിയല്ലേ. അതിനകത്ത് വെറുപ്പില്ലല്ലോ, വിദ്വേഷമില്ലല്ലോ, പ്രതികാര ചിന്തയില്ലല്ലോ, സ്നേഹമല്ലേ ഉള്ളൂ, ക്ഷമയല്ലേ ഉള്ളൂ, ദയയല്ലേ, അനുകമ്പയല്ലേ, കരുണയല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞപ്പോ തലക്കകത്തേക്ക് പ്രാർത്ഥനയാ വന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അഭിഷേകത്തിലേക്ക് മാറണമെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഇനിയും ഒരു ആയുസ്സും കൂടി വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈ ഒരു ആയുസ് കൊണ്ട് ചിലപ്പോൾ ഇത് കിട്ടുമെന്ന് ഒത്തിരി സംശയമുണ്ട് ഈ പോക്കാണെങ്കിൽ. അപ്പോ ഈ ഒരു അഭിഷേകത്തിൽ നിറയാൻ യേശു ക്രിസ്തുവിൽ അതുപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. അവന്റെ നാമത്തിൽ അതുപോലെ വിശ്വസിക്കുക. മൂന്നാമത്തത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഭിഷേകം കിട്ടണോ? നമുക്ക് അറിയാവുന്ന നമ്മളിലുള്ള പാപത്തിൻ്റെ കെട്ടഴിക്കണം. ദൈവത്തെ അനുസരിക്കാനും അനുതപിക്കാനും തയ്യാറാകണം. ദൈവത്തെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുതപിക്കാനും നമ്മൾ പഠിക്കണം. അപ്പോൾ നമ്മളിൽ ആത്മാവ് നിറയും. അപ്പോസ്തല പ്രവർത്തനങ്ങളിലേക്ക് വന്ന് 2-ാം അധ്യായം 38-ാമത്തെ വചനം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ പത്രോസ് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങിയിട്ട് പത്രോസിനോടും മറ്റപ്പസ്തലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഈ അഭിഷേകം കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? പത്രോസ് പറഞ്ഞ ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിന്റെ ദാനം അങ്ങനെ നിങ്ങൾക്കും കിട്ടും. വിജാതിയരാണെങ്കിലും കുഴപ്പമില്ല, ദൈവത്തെ അറിയാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും കുഴപ്പമില്ല, ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും കുഴപ്പമില്ല, അനുതപിക്കാനും, വചനം പറയുന്നത് അറിയാം, അനുതപിക്കാനും വിശ്വസിക്കാനും യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കാനും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം കിട്ടും. അതുകൊണ്ട് ആർക്കും ഇങ്ങനെ പക്ഷപാതമൊന്നും കർത്താവിനില്ല. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വചനം വായിച്ചു നോക്ക്. അവിടെ പത്രോസ്ലീഹ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൊർന്നേല്യോസിന്റെ ഭവനത്തിൽ, വിജാതിയന്റെ ഭവനത്തിലേക്ക് സുവിശേഷ പ്രഘോഷണത്തിന് ആത്മാവിനാൽ നയിക്കപ്പെട്ടപ്പോൾ പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങിയത് എന്നാണെന്നറിയോ? സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്ന് പറയുക. അവിടത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും, ഏത് ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യരാണെന്ന് ഞാൻ സത്യമായി അറിയുന്നു. അപ്പൊ ഏത് ജനതയില്, ഏത് ഭാഷയില്, ഏതിടത്തില്, ഏത് മതത്തില്, എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ, പാപത്തെ ഓർത്ത് അനുതപിക്കാൻ തയ്യാറായാൽ അവന്റെ മേൽ ആത്മാവിന്റെ ഒരു അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. നമ്മളെങ്ങനെയെന്നറിയാമോ? നമുക്കറിയാം കുറേ പാപങ്ങൾ നമ്മളിലുണ്ടെന്ന്, പക്ഷെ നമ്മൾ നിന്ന് അതേ പാപത്തിൽ തന്നെ പോവുകയും ചെയ്യും. അപ്പൊ നമുക്കറിയാം തെറ്റാണെന്നറിയാം, തിന്മയാണെന്നറിയാം, ശരിയല്ലെന്നറിയാം, സത്യമേതാണെന്നറിയാം, പാപത്തിന് പരിണത ഫലങ്ങളുണ്ടെന്നറിയാം, പാപം നമ്മളെ വേട്ടയാടുന്നറിയാം, പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കുന്ന അനർത്ഥങ്ങളെ കുറിച്ചറിയാം. എന്നാലും പാപത്തിൽ തന്നെ തുടരും. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമെന്ന് പറയുന്നത്. എന്ത്? സത്യം അറിയാം, എന്നിട്ട് ആ സത്യത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ജീവിതം. കാരണം എന്താ? പിന്നെ നമുക്ക് ഒരു വീണ്ടെടുപ്പില്ല, പിന്നെ നമുക്ക് രക്ഷയില്ല. സത്യത്തെ നമ്മൾ തിരസ്കരിച്ചു, സത്യമാണെന്നറിഞ്ഞു, എന്നിട്ട് നമ്മൾ സത്യത്തെ തിരസ്കരിച്ചു. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ബാക്കി എല്ലാ പാപവും ക്ഷമിക്കപ്പെടും എന്ന് പറഞ്ഞാൽ കാരണം എന്താ? ബാക്കി എല്ലാ പാപവും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരായ പാപം മാത്രം ക്ഷമിക്കപ്പെടില്ല എന്നാ പറയുന്നത്. കാരണം എന്താ? എനിക്ക് ക്ഷമയുണ്ടെന്നും ദൈവനോട് കരുണ കാണിക്കുന്നുള്ള സത്യം അറിഞ്ഞിട്ട് ഞാൻ അത് തന്നെ തിരസ്കരിച്ചു. പിന്നെ നമുക്ക് എവിടെ ക്ഷമ കിട്ടുന്നത്?
പിന്നെ അവിടുത്തെ കരുണ, കർത്താവ് ഞാൻ എത്ര വലിയ പാപം ചെയ്താലും എന്നോട് കരുണ കാണിക്കുമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ കാരുണ്യത്തിലേക്ക് എന്റെ ജീവിതം വെക്കാതെ, ആ സത്യത്തിന് എന്റെ ജീവിതത്തെ സമർപ്പിക്കാതെ, ഞാൻ ആ പാപത്തിൽ തുടർന്ന കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പോകുള്ളൂ എന്ന് പറഞ്ഞ് തുടർന്നാൽ പിന്നെ പരിശുദ്ധാത്മാവിനെതിരായ പാപ. അവന്റെ വീണ്ടെടുപ്പിനെ അവൻ ബോധപൂർവ്വം തിരസ്കരിക്കുക, സത്യത്തിന് എതിരായിട്ട് നിൽക്കുക. പിന്നെ അവരെ രക്ഷിക്കാൻ മറ്റൊരു ബലി അവശേഷിക്കുന്നില്ല. ഹെബ്രായർക്ക് ലേഖനം 10:26 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ, ഹെബ്രായ 10:26 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇനി ഒരു ബലി അവശേഷിക്കുന്നില്ല. ആണെന്താ? നമ്മുടെ വീണ്ടെടുപ്പിന്റെ ഏക ബലിയെ തന്നെ ഞാൻ തിരസ്കരിച്ചു. പിന്നെ ഞാനെങ്ങനെ രക്ഷപ്പെടുന്നേ? അതാണ് പറയുന്നത്. എന്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ബലി തന്നെ ഞാൻ തിരസ്കരിച്ചു. മറ്റൊരു വാക്യം പറഞ്ഞാൽ, നമ്മള് വല്ല കുഴിയിലോ വെള്ളത്തിലോ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. രക്ഷിക്കപ്പെടാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്താ? ആരെങ്കിലും കൈനീട്ടി തന്ന രക്ഷപ്പെടാൻ. കാരണം നമുക്ക് നീന്തൽ അറിയത്തില്ല. അങ്ങനെ ഒരുവൻ കൈനീട്ടി തന്ന് നമ്മളെ രക്ഷിക്കാൻ കൈനീട്ടിയിട്ട് ബോധപൂർവം അതിനെ തട്ടിക്കളഞ്ഞാൽ, തട്ടി മാറ്റിയാൽ പിന്നെ നിനക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? രക്ഷയുടെ വഴി നീ തന്നെ തള്ളിക്കളഞ്ഞ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം വീണ്ടും നാം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഇനി ഒരു ബലി അർപ്പിക്കപ്പെടുന്നില്ല. പിന്നെ നമ്മളെ കാത്തിരിക്കുന്ന എന്നാന്നറിയാമോ? അതുകൂടി ഉണ്ട്, അതുകൂടി വായിച്ചോ. ഹെബ്രായ 10:26 മുതലുള്ള വചനങ്ങളിൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. കാരണം നമ്മുടെ രക്ഷയെ, നമ്മുടെ വീണ്ടെടുപ്പിനെ തിരസ്കരിച്ച് കളഞ്ഞാൽ പിന്നെ നമുക്ക് മുമ്പിൽ ഇതേ ഉള്ളൂ, അഗ്നി, ക്രോധം. അതായത് നമ്മൾ കടന്നു പോകുന്നതിൻ്റെ ഫൈനൽ റിസൾട്ട് പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യനാശം. ഉണ്ടോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായർക്ക് ലേഖനം അതിന്റെ 6-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിലും സമാനമായ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവൻ വീണുപോകുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം എന്താണെന്നറിയാവോ? അവർ ദൈവപുത്രനെ സ്വമനസ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. ഇതെല്ലാം അനുഭവിച്ചവരാണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചു, ദൈവത്തിന്റെ സ്നേഹം എന്ന നിലകളിൽ അനുഭവിച്ചു, ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലാക്കി, വരാനിരിക്കുന്ന യുഗത്തിന്റെ നന്മകളെല്ലാം മനസ്സിലാക്കിയിട്ട് ഈ ബലിയുടെ അർത്ഥവും മാഹാത്മ്യവും ഈ സത്യം എല്ലാം ഗ്രഹിച്ചിട്ട് വീണ്ടും പാപത്തിലേക്ക് പോയി അവനെ പുനരാനയിക്കുക അസാധ്യമാണെന്ന് പറയും. കാരണം അവൻ ബോധപൂർവം യേശുവിന്റെ ബലിയുടെ യോഗ്യതയെ പുച്ഛിച്ച് തള്ളി. തന്റെ രക്ഷയെ ബോധപൂർവ്വം തിരസ്കരിച്ചു. പിന്നെ അവനെ അങ്ങനെ രക്ഷിക്കാൻ പറ്റും? പട്ടിണി കിടന്ന് ജാഗം കിടക്കുന്നവന്റെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ട് കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ കഴിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ പട്ടിണി കിടന്ന് ജാകുള്ളൂ. അവസാനത്തെ രക്ഷയുടെ വഴിയെ പോലും അവൻ തള്ളിക്കളഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയാൻ അപ്പസ്തോലന്മാരെ പത്രോസ്ലീഹ പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ അനുതപിക്കുക, പാപത്തെ ഓർത്ത് അനുതപിക്കുക. നിങ്ങളിൽ അറിയാവുന്ന പാപത്തിന്റെ ഏതെങ്കിലും മേഖല ഉണ്ടോ അതേക്കുറിച്ച് അനുതപിക്കുക. റിപ്പന്റ് ഓഫ് യുവർ സിൻസ്, പാപത്തെ ഓർത്ത് അനുതപിക്കുകയും ദൈവ പദ്ധതിയോട് വിധേയപ്പെടുകയും ചെയ്യുക. അപ്പൊ നമ്മളിൽ ആത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാവും. ഇനി അടുത്തത്, 4-മത്തേത്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:14 വായിച്ചാൽ അവിടെ കാണാൻ പറ്റും, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൽ ബലപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. പ്രാർത്ഥിക്കാൻ സമയം കിട്ടാതെ, പ്രാർത്ഥനയില്ലാതെ പരിശുദ്ധാത്മാവ് നിറയാന്നൊക്കെ പറഞ്ഞാൽ അത് കെട്ടുകഥയായിട്ട് തന്നെ നിൽക്കും. അപ്പസ്തോലന്മാർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോഴാണ് ആത്മാവിന്റെ പ്രവർത്തനമുണ്ട്. പരിശുദ്ധാത്മാവ് ചലിക്കുന്നപ്പോഴാണെന്നറിയാം, പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 1:14 വചനം പറയാണ്, ഇവർ
ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവന്റെ സഹോദരങ്ങളോടും ഒപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. നമ്മളും പ്രാർത്ഥനയിലേക്ക് ഇരിക്കും, മുഴുകുമെന്നില്ലതേ ഉള്ളൂ. ഉറക്കത്തിലാണെങ്കിൽ നന്നായിട്ട് മുഴുകും. പ്രാർത്ഥനയിൽ ചിലപ്പോൾ അത്രയും മുഴുക്കമൊന്നും കാണുമെന്നില്ല. ഉറങ്ങുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇടിവെട്ട് ശബ്ദത്തിൽ ഇവിടെ കിടന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് നല്ല ആയിട്ട് മുഴുകി കിടക്കുന്നതുകൊണ്ടേ. ചിലവരെ കണ്ടുണ്ടോ, മൊബൈലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉയ്യോ അതിനകത്ത് അതിൽ കൂടി കള്ളം കയറിപ്പോയി വീട്ടിൽ പോയി അവനെ ചിലപ്പോൾ കട്ടിലോടെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി പോലെ അവളറിയാല ഈ മൊബൈൽ പിടിച്ചോണ്ടിരിക്കുന്നേ. അത്രയും മുഴുകിയാ ചിലവരൊക്കെ ഇരിക്കുന്നത്. പുറകെ കൂടി ആൾക്കാർ കയറി ഇറങ്ങി എല്ലാം ഇതൊന്നും അറിയാതെ വെറുതെ അവിടെ കിടപ്പുണ്ട്. അത്രയും മുഴുകിയാ ചിലരൊക്കെ ഇരിക്കുന്നത്. ചിലരൊക്കെ വീഡിയോ ഗെയിം കളിക്കുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? പക്ഷെ എൻ്റെ അമ്മയെ അവരുടെയൊക്കെ ആ കോൺസെൻട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ MBBS പഠിക്കുന്നതിനേക്കാളും കോൺസെൻട്രേഷനിലായിരിക്കുന്നത്. മറ്റേ ഒളിമ്പിക്സിനൊക്കെ ഗോൾഡ് മെഡൽ, ഷൂട്ടിങ്ങിന് ഗോൾഡ് മെഡൽ മേടിക്കുന്നൊക്കെ ഒരു ഭയങ്കര കോൺസെൻട്രേഷൻ. ഇതിങ്ങനെ ഷോർപ്പായിട്ട് തുടങ്ങി വേറെ ഒരുപാട് നടക്കുന്നൊന്നും ഇവർ ശ്രദ്ധിക്കുകയല്ല. അത്രയും പോയിന്റഡ് കോൺസെൻട്രേഷൻ ആയിരിക്കും. എന്നിട്ടാ എന്ന് പറയുന്ന പോലെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചില വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്, അവരെ ഒന്നും ഇവന്മാർ അതിനകത്ത് കുത്തിക്കിരിക്കും ഭയങ്കര മുഴുകി. എന്നാൽ ഈ സാധനത്തിനെ പിടിച്ചിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുത്തി നോക്കിക്കേ. ഇതേ ഐറ്റത്തെ പുറത്തുനിന്ന് വേറെ ആരും കൊണ്ടിട്ട് ഈ പറഞ്ഞ സാധനത്തെ, ഈ മൊബൈലിൽ ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇത്രയും മുഴുകിയിരുന്ന ഈ സാധനത്തെ പിടിച്ചിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒന്ന് ഇരുത്തി നോക്കിയേ. എന്നെയൊക്കെ അവിടെ കാണിക്കുന്നതെന്ന് അവന് തന്നെ അറിയത്തുണ്ടാവില്ല, അവൾക്ക് തന്നെ അറിയത്തുണ്ടാവില്ല. എന്ത് കഷ്ടപ്പെട്ടാന്നറിയാം അവിടെ ഇരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുഴുകാൻ പറ്റും. പ്രാർത്ഥനയുടെ വിഷയം വരുമ്പോൾ നോ. പക്ഷെ അപ്പസ്തോലന്മാരിൽ ആത്മാവിൻ്റെ പ്രവർത്തനം, അവർ പ്രാർത്ഥനയിൽ മുഴുകി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വേറെ കലാപരിപാടിയൊന്നുമില്ല. അപ്പോഴല്ല കോഴിക്കോട് അടച്ചോന്ന് ചോദിക്കുന്നതും, ഏട്ടാ കഞ്ഞി വാരി വെച്ചോന്ന് ചോദിക്കുന്നതും, എടി പുറകെ വാതിലടച്ചോ, സകല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയുടെ സമയത്തായിരിക്കും. അപ്പോഴായിരിക്കും കുരുട്ട് സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കലാരൂപങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് എന്നിട്ട് എല്ലാം കൂടി അതിൻ്റെ കൂടെ ഇരുന്ന് തുള്ളിയൊക്കെ ഇരുന്നോളും. അപ്പോഴാണ് ഈ സാധനം തലകുത്തി മറിയണമെന്നൊരു തോന്നലുണ്ടാവുന്നത് ആ കുഞ്ഞിന്. വെറുതെ ചവഞ്ഞു കൂടെ കുറേ കൊണ്ടിരുന്ന സാധനം പാലും കുടിച്ച്. അപ്പൊ ഈ പ്രാർത്ഥന തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് തലകുത്തി മറയാനൊരു താല്പര്യം. അങ്ങോട്ടോട്ടം, ഇങ്ങോട്ടോട്ടം, തെക്കോട്ടോട്ടം, വടക്കോട്ടോട്ടം, എന്തെല്ലാം പരിപാടികളാണെന്നറിയാം പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് അത് ബാക്കിയുള്ള സമയത്തൊക്കെ ഇത് നമ്മൾ അതായത് ചില സമയത്ത് എങ്ങനെയാണ്. കാരണം എന്താ, മാതാപിതാക്കൾ ഇന്നുവരെ പ്രാർത്ഥനയിൽ മുഴുകിയിട്ടില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിൽ മുഴുകണമെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നടക്കും? അപ്പോ അപ്പസ്തോലന്മാർ പ്രാർത്ഥനയിൽ മുഴുകി ആത്മാവിൽ ഒരു അനോയിന്റിങ് ഉണ്ടാകാൻ ബാക്കിയെല്ലാം മാറ്റിവെച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ അല്പം ഒന്ന് അകത്തി. ഒരു ഈശോ പോലും വചനത്തിൽ പറയുന്നുണ്ടല്ലോ, അവൻ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോയി ഒരു കല്ലേറ് ദൂരം മാറി അവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്റ്റർബൻസും അപ്പസ്തോലന്മാരെ പോലും കൊണ്ടുപോയില്ല. ഗെത്സമനിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവരെ കൂടി അവിടെ മാറ്റി നിർത്തിയിട്ട് ഏകാന്തതയിൽ അവൻ തീവ്രമായി പ്രാർത്ഥനയിൽ മുഴുകി. ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നല്ലായിരിക്കും. 15 മിനിറ്റ് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ മുഴുകാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ട് വേറെ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തമ്പുരാന്റെ സ്നേഹത്തിൽ നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ, ചലനങ്ങളെ, ശരീരത്തെല്ലാം മുഴുകി പ്രാർത്ഥിക്കാൻ പറ്റിയാലുണ്ടല്ലോ, ഇവിടെ നമുക്കൊരു ഒരു നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിൻ്റെ ഒരു ചലനം സംഭവിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പ്രാർത്ഥിക്കാനൊക്കെ ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും തലക്കകത്തെ കൂടി മാസവസാനായല്ലോ, പാലുകാരൻ്റെ കാശ് കൊടുക്കണമല്ലോ. പുറമേ പറയുന്നില്ല, ഇവിടെ ഉള്ളിൽ ചിന്തിച്ചു, അയ്യോ വാടക അടയ്ക്കാനുള്ള സമയമല്ലോ എന്നു പറഞ്ഞാൽ ചേർത്താവുന്ന സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഇതിനിടയ്ക്ക് തലക്കകത്തെ കൂടി ഇപ്പോൾ ഇത് നീ എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? നീ അങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? വേറെ ഏതോ ലോകത്താണ്. പക്ഷേ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ
ക്ലച്ച് നമ്മൾ റിലേ പോയി, റിലേ വേറെ ലോകത്ത് നമുക്ക് കൊണ്ടിരിക്കുക. മുഴുകാൻ നമുക്ക് പലർക്കും പറ്റുന്നില്ല. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടം, ഈ ലോകം അതുപോലെ കോലാഹലം, ചുറ്റും എങ്ങോട്ട് നോക്കിയാൽ അത് അത്ര നമുക്കൊന്നൊന്ന് ശാന്തമായിട്ടിരിക്കാൻ നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. നമ്മളവിടെ ഒരു നിത്യാരാധന ചാപ്പുണ്ട്, എന്തൊരു ശാന്തത അതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എപ്പോൾ ചെന്നാലും അതിനകത്ത് ആൾക്കാർ ആരെങ്കിലും ഉണ്ട്. കണ്ട് നമ്മൾ വളരെ ശാന്തമായിട്ട്, ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചുമ്മാ ചമ്രം മടിഞ്ഞിരുന്ന് വിശുദ്ധ കുർബാനയിലേക്ക് തന്നെ നോക്കിയിരിക്കും, വേറെ ഒന്നുമില്ല, മണിക്കൂറുകൾ, ഒരു മൂവ്മെന്റ് പോലും ഇല്ലാതെ. ഞങ്ങളുടെ യൂത്തിലൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അവളിപ്പോൾ സിസ്റ്ററാകാൻ പോയി. പനീഷച്ചൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വിളിയുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവൾ പോയി. അവൾ അതിനകത്ത് ഉടുപ്പൊക്കെ ഇട്ട്. അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയവും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തമിഴ്നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ അടുപ്പിച്ച് വെള്ളി ശനി അടുപ്പിച്ച് 3 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരും, വീട്ടിലേക്കല്ല ഇങ്ങോട്ട് വരും. ഇവിടെ ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് പറയും, അച്ഛാ രാത്രി ഇരുന്നോട്ടെ ഇവിടെ ഈശ്വരുടെ അടുത്ത്, ഓക്കെ നിത്യാരാധനയിൽ ഇരുന്നോട്ടെ. അപ്പോൾ പറഞ്ഞു നീ മാത്രം അതിനകത്തുള്ളെങ്കിൽ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട് 2 സൈഡിൽ ഇട്ടിട്ട് ഇരിക്കാൻ പറയും. എന്നിട്ട് ഞങ്ങൾക്ക് മുറിയിൽ കാണാം, ക്യാമറയിൽ കാണാം. അവളുടെ സ്റ്റൈൽ എങ്ങനെയാണെന്നറിയാമോ? അവൾ അങ്ങോട്ട് പോയിട്ട് ചമ്രം പണിഞ്ഞ് അങ്ങോട്ട് ഇരിക്കും, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു പ്രത്യേക പൊസിഷൻ ഉണ്ടല്ലോ, ഇതിങ്ങനെ അങ്ങോട്ട് ഇരിക്കും. അങ്ങനെ ഇരുന്നിട്ട് നേരെ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കും. ചിലപ്പോൾ 10-11 മണിക്കാകുമ്പോഴായിരിക്കും അതിനകത്ത് കയറുന്നത്. അവിടെ അങ്ങനെ ഇരുന്നാൽ നമ്മൾ വെളുപ്പിന് 4 മണിക്ക് ക്യാമറ ഓണാക്കുമ്പോഴും അവൾ അങ്ങനെ തന്നെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരിപ്പുണ്ട്. വേറൊരു ഡിസ്റ്റർബൻസ് ഇല്ല, ഡിസ്റ്റർബ്ഡ് അല്ല. അങ്ങോട്ട് നോട്ടം, ഇങ്ങോട്ട് നോക്കാം, അതെടുക്ക്, ഇതെടുത്ത് അങ്ങോട്ട് പോട്ട് ഒന്നുമില്ല. ആ 3-4 മണിക്കൂർ വളരെ സ്റ്റില്ലായിട്ട് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിരിക്കും. ഈശോ അവളെ നോക്കിയിരിക്കും, അത്രേ ഉള്ളൂ. വേറെ പരിപാടികളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ബട്ട് ദാറ്റ്സ് റിയൽ പ്രയർ. പ്രാർത്ഥനയിൽ മുഴുകി കർത്താവിനെ കേൾക്കാൻ പറ്റും. മറ്റേത് ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ, കർത്താവിനെ ആര് കേൾക്കുന്നു? നമ്മൾ പറയാനുള്ളതൊക്കെ നീ കേട്ടോളാം കേട്ടോ, ഇത് കഴിഞ്ഞ് നമ്മൾ പോകും. കർത്താവ് നിൽക്ക് എനിക്ക് കുറച്ച് കാര്യം പറയണ്ട, അതൊക്കെ പിന്നെ പറഞ്ഞാൽ മതി, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചോദിച്ച കാര്യങ്ങൾക്കുള്ള കാര്യം കർത്താവ് പറയണം. നീ എന്ത് ചോദിച്ചില്ല, അത് ഇപ്പം ഇല്ല, നാളെ തരാമെന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അന്ന് എനിക്കിപ്പോൾ കേൾക്കാൻ സമയമില്ല, എനിക്ക് പറയാൻ മാത്രമേ സമയമുള്ളൂ, കേൾക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ മാത്രം പോരല്ലോ, കർത്താവ് പറയുന്നത് കേൾക്കുന്നതും കൂടി ആകുമ്പോഴാണ് ഒരു കോൺവെർസേഷൻ ആവുന്നത്, പ്രാർത്ഥനയാകുന്നത്. പ്രാർത്ഥനയിൽ അതാണല്ലോ സംഭവിക്കുന്നത്, ഒരു കോൺവെർസേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോഴാണ് ഇതൊരു കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമാകുന്നത്. ഫോൺ വിളിച്ച് നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ, അവിടെ നിന്നൊന്നും ആരും വിട്ടുന്നില്ല. അവസാനം നിങ്ങൾ പറയും റോങ് നമ്പർ, അല്ലെങ്കിൽ എന്തോ ഡിലേ പ്രശ്നം ഉണ്ടെന്ന് വയ്ക്കും, വീട് കുത്തും അല്ലേ. അപ്പോ നമ്മൾ പറയുന്നത് തമ്പുരാൻ കേൾക്കുകയും ദൈവത്തിന് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയും ചെയ്യുന്നിടത്താണ് ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. പ്രാർത്ഥനയിൽ നമുക്ക് മുഴുകാൻ പറ്റുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ അതുപോലെ പ്രാർത്ഥനയിൽ മുഴുകി എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചേ? പെന്തക്കോസ്ത് ദിനമായപ്പോൾ മുഴുകി അവർ കാത്തിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകി കാത്തിരുന്നു. എന്തിനാണെന്നറിയോ? അഭിഷേകത്തിന് വേണ്ടി, വാഗ്ദാനം ചെയ്ത അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി. പെന്തക്കോസ്ത് ദിനമായപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, നമ്മളടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി പരിശുദ്ധാത്മാവിൽ പൂർണ്ണത പ്രാപിക്കുക, അഭിഷേകത്തിലേക്ക് നിറയാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. സറണ്ടർ യുവർ ബോഡീസ്. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ. ആദ്യ ഭാഗത്ത് പറയാം. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഒരു പറയുന്നറിയോ? നിങ്ങളുടെ മനസ്സ് നവീകരിക്കുവിൻ. നിങ്ങളുടെ മനസ്സ് ഈ ലോകത്തിന് അനുരൂപരാകാതെ നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുവിൻ. അപ്പൊ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ജീവിതത്തിന് ഒരു സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ് അഭിഷേകത്തിനായിട്ട്.
നമ്മൾ എത്ര കണ്ട് സമർപ്പിക്കുന്നുവോ അത്ര കണ്ട് നമ്മളിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് പലരിലും സമർപ്പണമൊക്കെ എടുത്തിട്ടും അഭിഷേകം ഇല്ലാത്തതിന് കാരണം എന്താണ്? സമർപ്പണത്തിന് പൂർണ്ണതയില്ലാത്തത് കൊണ്ടാണ്. ഒത്തിരി സമർപ്പിതരെയും ഒത്തിരി സന്യസ്തരെയും ഒത്തിരി വൈദികരെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളുടെ കാലഘട്ടങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലെ? നിങ്ങൾ തന്നെ ചില വൈദികരെയും സമർപ്പിതരെയൊക്കെ കമ്പയർ ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല. നിങ്ങൾ തന്നെ ചിലപ്പോൾ ചില കമന്റും പറഞ്ഞിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് പേഴ്സണൽ കൗൺസിലിങ്ങിന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? എന്നുവെച്ചാൽ ചില സമയത്ത് എനിക്ക് അച്ഛനോട് ചോദിക്കണമെന്ന് തോന്നിയതാ, അച്ഛൻ എന്തിനാ അച്ഛനായെന്ന്. പിന്നെ വേണ്ടല്ലോ എന്ന് കരുതി. ചില സമർപ്പിതരോട് ചോദിക്കുന്നത്, എന്തിനാ സമർപ്പണ ജീവിതം നയിക്കുന്നേ, വീട്ടിലിരുന്നാ പോരെ, ഇതിലും ഭേദം അതല്ലേ നല്ലതെന്ന് എന്ന് ചോദിക്കണമെന്ന് തോന്നിയ അൽമായ സഹോദരങ്ങളുണ്ട്. അപ്പോൾ ഒരു സമർപ്പണത്തിന്റെ പൂർണ്ണത ഒരു അഭിഷേകത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തും. നമ്മുടെ ശരീരത്തെ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പരിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നല്ലതല്ലേ സമർപ്പിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ, അതാണ് വചനം പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായി സമർപ്പിക്കാനാണ് പറയുന്നത്. വിശുദ്ധമായിരിക്കണം, ദൈവത്തിന് പ്രീതികരമായിരിക്കണം. നമ്മുടെ ശരീരം കൊണ്ട് അശുദ്ധമായതോ ദൈവത്തിന് അപ്രീതി ഉണ്ടാകുന്നതൊന്നും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യാൻ പാടില്ലെന്നാണ് വചനം പറയുന്നത്. അനേകർ അനുഭവിക്കുന്ന ശാരീരിക രോഗത്തിന്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണെന്നറിയാമോ? ശരീരത്തിൽ ചെയ്തിട്ടുള്ള പാപം. ഇന്നലകളിൽ ശരീരം കൊണ്ട് ഏറ്റെടുത്ത പാപത്തിന്റെ സുഖം മൂലം ഇന്ന് അതേ ശരീരത്തിൽ വേദന അനുഭവിക്കുക. ഇന്നലകളിൽ ഇതേ ശരീരത്തിൽ പാപത്തിന്റെ സുഖം ഏറ്റെടുത്തതിന് അതിന്റെ ആ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പാപം ശരീരത്തിൽ വേദനയായിട്ട് നിൽക്കുക, ഇന്ന് രോഗമായിട്ട്. ഇന്നലകൾ ഈ ശരീരം കൊണ്ട് നല്ല സുഖം അനുഭവിച്ചാണ്, ഇന്ന് അതേ ശരീരത്തിൽ ആ പാപം വരുത്തിവെച്ച അതിന്റെ പരിഹാരമായ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക രോഗമായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുന്നത് നമ്മൾ ആ ഒരു സമർപ്പണത്തിലാണ്. അപ്പൊ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാനും നല്ലതെന്തെന്ന് വിവേചിച്ചറിയാനും സാധിക്കുമെന്നാണ് വചനം പറയുന്നത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആറാമത്തത് എഫേസുസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 18-ാമത്തെ വചനം. എഫേസുസ് 5:18. ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുക. നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ചെന്ത് ആത്മാവിനാൽ നിങ്ങൾ പൂരിതരാകുവിൻ. മറ്റൊരു വാക്കി പറഞ്ഞാൽ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നമ്മളെ തന്നെ പൂരിതരാക്കണം. അതിനാണല്ലോ നമ്മൾ എല്ലാ ദിവസവും ആത്മാവും ജീവനുമായ വചനം വായിക്കുന്നതും നിരന്തരം പ്രാർത്ഥിക്കുന്നതും സറണ്ടർ ചെയ്യുന്നതും ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളോട് ചേർന്നിരിക്കുന്നതും അല്ലെങ്കിൽ ആത്മീയമായി ബലപ്പെട്ട ശുശ്രൂഷകളോട് നമ്മളെ ചേർത്ത് നിർത്തുന്നതും ശുശ്രൂഷ ഇടങ്ങളോടൊക്കെ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്തിനാണെന്നറിയാമോ? നിരന്തരമായ ഈ ആത്മാവിന്റെ ജ്വലനത്തിൽ ആത്മാവിന്റെ ജ്വലനം കെട്ടുപോകാതിരിക്കാനാണ്. ആത്മാവിൽ പൂരിതരായിട്ട് നിൽക്കാൻ, എപ്പോഴും ആത്മാവിൽ നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വചനം തോന്നുന്നു. 1 തെസ്സലോനിക്ക 5:19 ഒന്ന് വായിക്കാവോ? അതെ, ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് എന്നാ പറയുന്നത്. അപ്പൊ എപ്പോഴും ആത്മാവിൽ പൂരിതരായി നിൽക്കാൻ ദൈവവചനത്തിലും കൗദാശിക ജീവിതം, അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലും ഉപസാരത്തിലും കൗദാശിക ജീവിതത്തിലും വചനം വായനയിലും സമർപ്പണത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ നിലനിൽക്കുന്നതിനാ ആത്മാവ് നിർവീര്യമായി പോകാതിരിക്കാൻ, കെട്ടുപോകാതിരിക്കാൻ. നിരന്തരമായ ആത്മാവിൽ നമുക്ക് ഒരു ഒരു ഉണർവുണ്ട് എങ്കിൽ നമ്മളിൽ ഒരു ഫ്രഷ് പുത്തന അഭിഷേകം എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു ഫ്രഷ് അനോയിന്റിംഗ് ഉണ്ട്, പുതിയ അഭിഷേകം ഉണ്ടാകും. കാരണം നമ്മളെപ്പോഴും ആത്മാവിൽ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തിയേക്കുക, കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈശോയെ അധികമായി ഓരോ ദിവസവും സ്നേഹിക്കുക. ഈശോയോടുള്ള സ്നേഹം നിങ്ങളിൽ നിറയുന്നതിനനുസരിച്ച് ആത്മാവിൻ്റെ ഒരു അഭിഷേകം നമ്മളിൽ നിറയാൻ തുടങ്ങും.
ഈശോയോടുള്ള സ്നേഹം, അതിനാണല്ലോ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ഈ സ്നേഹം അങ്ങോട്ട് നിറയുമ്പോൾ നമുക്ക് നമ്മളിൽ ഒരു അഭിഷേകം ചൊല്ലിക്കാൻ തുടങ്ങും. ഈശോയുടെ അങ്ങനെ ഒരു സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ അവിടെ പൗലോസ്ലീഹയുടെയൊക്കെ ഒരു അഭിഷേകത്തിൻ്റെ തലമുണ്ടല്ലോ, നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തലം. കാരണം എന്താ പറയുക, പൗലോസ്ലീഹ റോമ 8:35 പറയുന്നുണ്ട് ഈ സ്നേഹത്തെക്കുറിച്ച്. ആർക്ക്, എന്തിന് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്താൻ പറ്റും? ഒട്ടണിയ, ആപത്താ, വാള, ഈ ലോകോ, ദാരിദ്ര്യോ, പ്രലോഭനോ, പ്രതിസന്ധിയോ, സഹനമോ, എന്തും വന്നോട്ടെ, ആർക്കെന്നെ ഈ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റും എന്ന് പൗലോസ്ലീഹ ചോദിക്കുമ്പോൾ അത്രമാത്രം ഈശോയോടുള്ള സ്നേഹം പൗലോസിനുണ്ടായിരുന്നു. അതിനനുസരിച്ച് ആത്മാവ് ജ്വലിച്ചു നിന്നു. ഉണ്ടല്ലോ ഈ അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ ദൈവം അസാധാരണമായ പ്രവർത്തികൾ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിരന്തരമായ ഈശോയുള്ള സ്നേഹത്തിൽ നമ്മൾ നിറയുമ്പോൾ, ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ വളരുന്നതിനനുസരിച്ച് അഭിഷേകത്തിൽ നമ്മൾ വളരാൻ തുടങ്ങും. ഈ ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു അനോയിന്റിങ്ങിൻ്റെ തലം മാറും. ഒരു പുതിയ പെന്തക്കുസ്ത നമ്മളിൽ സംഭവിക്കും. നമ്മുടെ ലോകത്തോടുള്ള കാഴ്ചപ്പാട് മാറും, ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറും, പ്രശ്നങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറും, പ്രതിസന്ധികളോടുള്ള കാഴ്ചപ്പാടുകൾക്ക് മാറ്റുണ്ടാകും. കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ കാണാൻ പഠിക്കും. ഓരോ അനുഭവങ്ങളെയും കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പഠിക്കുകയും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കാനും ഈ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് പറ്റും. കർത്താവിലേക്ക് നോക്കാൻ. അപ്പൊ അതിനെയാണ് നമ്മൾ അഭിഷേകം എന്ന് പറയുന്നത്. ഒരു അനുഭവത്തെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ പഠിച്ചാൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടി. പ്രശ്നങ്ങളുടെ നടുവിലും കർത്താവിലേക്ക് തന്നെ കണ്ണുറപ്പിച്ച് നിൽക്കാൻ പറ്റിയാൽ നമുക്ക് അഭിഷേകമുണ്ട്. അതാണ് സങ്കീർത്തനം 16:8 ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും കൺമുമ്പിൽ എൻ്റെ കർത്താവിനെ കാണുന്നു, എൻ്റെ വലതുവശത്ത് എൻ്റെ കർത്താവുണ്ട്, അവൻ്റെ കരം ഞാൻ പിടിച്ചിട്ടുണ്ട്, അതിനാൽ എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം പ്രശ്നങ്ങളില്ലാതെ വലിയ പ്രശ്നത്തിന്റെ നടുവിൽ സങ്കീർത്തകൻ പറയുക, എൻ്റെ ഹൃദയം സന്തോഷിക്കുക, എൻ്റെ അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. കാരണം എന്താ, എപ്പോഴും എൻ്റെ കൺമുമ്പിൽ എൻ്റെ കർത്താവുണ്ട്. ഈ രോഗത്തിന്റെ നടുവിൽ, രോഗത്തിലേക്കല്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, കർത്താവിലേക്കാണ്. ഈ പ്രശ്നത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതിസന്ധിയിലേക്ക് നോക്കിയിരുന്ന് മനസ്സ് മറവിച്ച് നിരാശപ്പെട്ട് ആകുലപ്പെട്ടല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവിലേക്കാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിവുള്ളവനുമായ കർത്താവിലേക്കാണ് ഞാൻ നോക്കുന്നതെന്ന്. ഇതിനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്, ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറി, അനോയിന്റിങ്ങിൻ്റെ തല മാറി എന്നർത്ഥം. ഇന്നലകളിൽ കണ്ടതുപോലെയല്ല ഞാനിപ്പോൾ കാണുന്നത്. ഇന്നലകളിൽ ഒരു പ്രശ്നത്തെ നേരിട്ടതുപോലെയല്ല ഇന്ന് പ്രശ്നത്തെ കാണുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു തലം മാറി, ഒരു അഭിഷേകത്തിൻ്റെ ഒരു തലം മാറി എന്നുള്ളത് തന്നെ.